വിലക്ക് ആദ്യം പിടിക്കില്ല കേട്ടോ. അല്ല അത് അത് വിലക്കേസാ. ഒരു വിലക്കേസ് കിടപ്പുണ്ട്. പീസാക്കി നിനക്ക് വിൽക്കാൻ വേണമെങ്കിൽ എല്ലപ്പെട്ടയാ ഒരു കേസ് കിടപ്പുണ്ട്. അടിപ്പൻ മുട്ടയും കൊടുക്കൂ. ഏത് കേസ് വേണമെങ്കിലും പറഞ്ഞേരെ. നമ്മുടെ കയ്യിൽ സംഭവം ഉണ്ട്. അല്ല അവനോട് പറയുന്നത് ഏത് കേസ് വേണമെങ്കിലും പിടിച്ചോ. തരാന്ന് നീ വന്നാൽ മതി. 10 ഏക്കർ ഞാനിപ്പോൾ 10 ഏക്കർ ഞാൻ തൃശ്ശൂർകാർക്ക് കൊടുത്തോളൂ. മുട്ടയും പട്ടയും തൃശ്ശൂർകാർക്ക് 10 ഏക്കർ കൊടുക്കും. ഇരുമ്പാണോ? വീതി കുറ പ്ലാസ്റ്റിക് ഇതാണോ? കള്ളല്ല ചേരളെ, എല്ലാം ഉരുക്കി കളഞ്ഞോളൂ. ധൈര്യമായിട്ട് കഴിച്ചോ. ഇനി എല്ലാം ലിജുവിന്റെ ഡയറക്ഷൻ കേട്ടോ. ചട്ട ഒരു പെഗ് ആ ഗ്ലാസ് ഇവിടെ നിർത്താൻ സ്ഥിതി താഴെ ഇരിപ്പുണ്ട്. പൊട്ടാത്ത ഗ്ലാസ് എടുത്തോ. മറ്റേ ഗ്ലാസ് കളഞ്ഞേരെ. ആ എടുത്തോ. ഏതെങ്കിലും മരത്തിലോട്ടിട്ടാ മതി. ഈ 60 ഏക്കർ മുറിച്ച് തരും. ഈ കല്ലാറ് 2 ഏക്കർ മുതൽക്ക് മേളിലേക്ക് 60 ഏക്കർ കല്ലുണ്ട്. റിസോർട്ട് കറങ്ങുന്ന റിസോർട്ട് വരെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ കളിയാക്കി പറഞ്ഞാൽ ഇതിപ്പോ കാണിച്ചു തരുമല്ലേ. ആ മനോഹരന്റെ സോഡ ആണെങ്കിൽ കൊടുക്കാം. നമ്മുടെ സോഡ കുപ്പി കാണിച്ചു. സോഡയുടെ കപ്പുണ്ടോ? ഓ കുറെ കൊണ്ട് കേട്ടോ. അന്ന് നമ്മുടെ കൂടുതൽ വേറൊരു പയ്യനും കൂടെ ഉണ്ടായിരുന്നല്ലോ. പുള്ളി ഏതായിരുന്നു? ഏതാ അവിടെ വന്നപ്പോഴാ ആദ്യം വണ്ടി ഓടിക്കാൻ അന്നേരം ഓടിക്കാൻ വേണ്ടി വന്നതല്ലേ. അവനും പോയിട്ട് പൂസാറും അല്ലേ. അതവിടെ തൊട്ട് അതിനൊന്നും സജിയല്ല മുത്തുമുട്ട ഇവൻ മഞ്ഞ് കണ്ടോ കറങ്ങുന്ന റിസോർട്ട്. എങ്ങനെ കറങ്ങണ റിസോർട്ട് കറങ്ങി ബിജു വിചാരിച്ച ചുമ്മാ പറഞ്ഞാ കാര്യം വെച്ച് പോകണോ? ഈ റിസോർട്ട് എവിടെയാ ഞാൻ പറയട്ടെ. എവിടെയാ പറഞ്ഞു? പിന്നെ എവിടെയാ? ആ പറഞ്ഞേ ക്ലാസ് പറയണ്ട പറഞ്ഞേ. ഹലോ ഹലോ ഹലോ. ഞാൻ നിൽക്കാത്ത റേഞ്ച് ഇച്ചിരി കുറവാണ്. ഞാൻ റേഞ്ചിൽ കയറുമ്പോൾ വീണ്ടും വിളിച്ചേക്കാം. ആ 9 ഏക്കറിന് ചോദിക്കാൻ വേണ്ട. 9 ഏക്കർ അതിന്റെ പാട്ടൊന്ന് ചോദിക്കാൻ വേണ്ട. വെള്ളം വേണോ ഇത് വേണോ? ഏതാ വേണ്ടേ? ചെറുത് അടിക്കുക. ഒറ്റയടിക്ക് തലക്കി കൂടി പോയിരുന്നു. വെള്ളം ഒഴിക്കിട്ടാണോ? അല്ല പച്ചവെള്ളം. നെടുങ്കണ്ട മാവടി എനിക്കൊരു അവിടെ ആളുണ്ട്. അവിടെ ആണെങ്കിലും നെജിരിയല്ല അവിടെ കോട്ടപ്പാറ വ്യൂ പോയിന്റ്. അങ്ങോട്ട് ചിലപ്പോൾ അടിപൊളിയാ. ഇപ്പം മഞ്ഞായിരിക്കും ചിലപ്പോൾ. ഞാൻ അന്ന് ഒന്ന് കുറിച്ച് പറയുന്നത് ഈ വഴിക്ക് കോട്ടപ്പാറ വഴി പോകുന്നുള്ളൂ കേട്ടോ. മഞ്ഞായിരിക്കും ഇപ്പം അവിടെ. അടിപൊളി. ഒന്നടിച്ച് 2 പിടിച്ചു പിമ്പിരി. നാട്ടിലത്തെ സാധനം അടിച്ചു കഴിഞ്ഞാൽ അല്ലേ? ഒന്നടിച്ച് 2 പിമ്പിരി എന്ന് പറയുന്നത്. നമ്മുടെ അവിടുത്തെ സാധനം അടിച്ചു കഴിഞ്ഞാൽ കേൾക്കില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമുണ്ട്. അവിടെ വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ കൊണ്ടുവരണ്ടേ. ഞങ്ങളിപ്പോ 1.5 ലിറ്ററിന്റെ കുപ്പി എടുത്തേ. ഓർക്കണ്ടോ? 1.5 1.25 ലിറ്റർ. 1.25 നമുക്ക് ഈ സമയം മതിയായിരുന്നു. അങ്ങോട്ട് പോകുന്നതായിരുന്നു നല്ലത്. എനിക്ക് അങ്ങോട്ട് പോയാലും ഇഷ്ടം.
ഈ സമയം മതിയായിരുന്നു. മാവലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പോരായിരുന്നു. അടുത്തടിച്ചു അതടിക്കണ്ടേ ദേ അവിടെ വെള്ളം സെറ്റ് ചെയ്തിട്ട് വിളിക്കുന്നതായി കാണുന്നു. എന്താന്ന് പറയാം എടുക്കണ്ട, എന്താ പിന്നെ പാമ്പായിരിക്കും. പുള്ളി വേറെ തെളിയുണ്ടോ? മറ്റേ ഇതിൻ്റെ അടപ്പം തരാം. ഏലക്കാട് ഇവിടെ കാച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഈ അട്ടകാണല്ലേ ഏലക്കാട്ടില് മരുന്നൊക്കെ അടിച്ചതുകൊണ്ട് ചിലപ്പോൾ പെട്ടു അവിടെ എൻ്റെ ഇത് പൂവുണ്ടാവുമല്ലോ അവിടെ നിന്ന് പൂണ്ടാണല്ലേ. ഏലക്കായയിൽ പൂവുണ്ടാവുന്ന സംഭവമാണിത്.